ബ്ലാക്ക് സീ ബ്രീം, അതായത് വിൽമീൻ. മലയാളത്തിൽ ഇതിനെ വിൽമീൻ എന്നോ കുരുളി അങ്ങനെയൊക്കെ പറയും. എനിക്കതിൻ്റെ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഇത് 2 ഉണ്ട്, 2 മീനുണ്ട്. ഇത് നമുക്കിന്നൊരു മുളക് കറി, കുരുമുളക് ഇട്ടൊരു കറിയും. ഈ മീൻ നമുക്കിന്ന് കൂടുതൽ കുരുമുളക് ചേർത്ത് ഉണ്ടാക്കാം ഒരു കറി. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി, വലിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ, 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് കീറിയത്, ഒരു 10 ചുമന്നുള്ളി ചതച്ചത്, ഒരു ചെറിയൊരു സവാളയും ചതച്ചത്. ചുവന്നുള്ളി കുറവായിരുന്നു, അതുകൊണ്ട് സവാളയും കൂടെ ചതച്ചിട്ടുണ്ട്. സവാള ഇട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: കല്ലുപ്പാണ് ഈ കറിക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന്, കടുക്, ഉലുവ, ഗ്ലാസ് ചേർക്കാനായി ഉലുവടപ്പൊടി, പിന്നെ മസാലപ്പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാത്രം അടുത്ത് വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, ഇത്രയും ചേർത്തൊന്ന് മൂപ്പിക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഒരു 2 കറിവേപ്പില, 4 പച്ചമുളക്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഉള്ളിയും സവാളയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. ഇതൊക്കെ ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യും. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. തക്കാളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ്, ഞാൻ കറിക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്, കല്ലുപ്പ് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് മാറ്റാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഈ സമയം അതൊന്ന് സൈഡിലോട്ട് മാറ്റി മസാലപ്പൊടികളിലേക്ക് ലോ ഫ്ലെയിം ആക്കിയ ശേഷം ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കാനായി മസാലപ്പൊടി ചേർക്കാം. അതിനായി ആദ്യം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല എല്ലാം നല്ലതുപോലെ വഴറ്റിട്ടുണ്ട്. ഈ സമയം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു തോട്ടുപുളി, 1 എണ്ണം മതി. നമ്മൾ നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. 1 എണ്ണം കൂടി ഇതോടൊപ്പം ഇട്ടൊന്ന് മൂപ്പിക്കും. ഈ ഓയിലെല്ലാം കൂടെ കിടന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫിഷ് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഏകദേശം 3/4 ഗ്ലാസ് വെള്ളം. വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും. അത് തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മീൻ കഷ്ണം ഓരോന്നായി പറക്കി
മീഡിയം ഫ്ലെയിമാക്കി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ഫിഷ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊന്ന് നിൽക്കിയ ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അടപ്പ് തുറന്ന് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കി. കറിയൊക്കെ ഏകദേശം വെന്ത് കുടിക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു നാരങ്ങയുടെ അരനാരങ്ങ നീര്, നമ്മളിതിൽ തക്കാളി ഒരു കുടംപുളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. കറിവേപ്പില, ലേശം വെളിച്ചെണ്ണ, ലാർത്തുന്നു പച്ച വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. അതിൻ്റെ അടപ്പം തുറക്കാം. സീ ബ്രീം കറിയെല്ലാം റെഡിയായിട്ടുണ്ട്. ഈ കഷ്ണത്തിനൊക്കെ നല്ല രുചിയാണ്. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് വെള്ളോട്ട് മാറ്റാം. എൻ്റെ വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. വെള്ളോട്ട് മാറ്റാം നമുക്ക്. സീ ബ്രീം ഫിഷ് കറി റെഡി.